ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം. വിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവട്ടെ. ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഈശോയുടെ അടുത്തുനിന്നിരിക്കാൻ, ദിവ്യകാരുണ്യനാഥനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വചനം, ഞാൻ ജീവന്റെ അപ്പമാണ്. 48-ാമത്തെ വചനം ഇതാ പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈശോയെ, ജീവനുള്ള അപ്പമായ എൻ്റെ ഈശോയെ, അങ്ങ് ജീവനായി എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിലെല്ലാം വാഴണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതം ഇറ്റലിയിലെ ലഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. 1272 വർഷത്തിന് ശേഷവും ഈശോയുടെ തിരുശരീരവും രക്തവുമായി മാറിയ തിരുവോസ്തിയും വീഞ്ഞും ഇന്നും അതേ വിധത്തിൽ യാതൊരു വ്യത്യാസവും കൂടാതെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. 750 ഈശോയുടെ തിരുശരീരവും രക്തവും ആയി എടുത്തുയർത്തപ്പെട്ട അപ്പവും വീഞ്ഞും മാറുകയാണ്. യഥാർത്ഥ മാംസകഷ്ണമായി, യഥാർത്ഥ രക്തമായി മാറുന്ന വലിയൊരു അത്ഭുതം ഇന്നും ലഞ്ചാനയിലുണ്ട്. ഞാൻ പല ആവർത്തി ലഞ്ചാനയിൽ പോയി മണിക്കൂറുകൾ ചെലവഴിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ കൃപ തന്നിട്ടുണ്ട്. ഒത്തിരി ബഹളങ്ങളൊന്നുമില്ലാതെ ഇന്നും ആ തിരുവോസ്തിയും ആ മാംസകഷ്ണവും തിരുരക്തവും അവിടെ ഇരിക്കുമ്പോൾ ഈ ലോകത്ത് ഒരിടത്തും ലഭിക്കാത്ത വലിയ ഒരു ജീവിക്കുന്ന യേശുവിൻ്റെ പ്രസൻസ് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. റോമിൽ എവിടെയാണ് പോകാൻ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറയുന്ന സ്ഥലമാണ് ലഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ മുമ്പിലിരിക്കാൻ, ഈശോ എനിക്ക് മണിക്കൂറുകൾ ഇരിക്കാൻ, ഒറ്റയിരുപ്പിന് 5 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ തന്നിട്ടുണ്ട്. 750 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുകയാണ്. അവിടെ 17-ാമത്തെ നൂറ്റാണ്ടിൽ ഒരു ബെസീലിയൻ സന്യാസി ദിവ്യകാരുണ്യ തിരുവോസ്തിയിൽ യഥാർത്ഥ ഈശോയുടെ ശരീരവും രക്തവും ഉണ്ടോ എന്ന് സംശയിച്ചു. അതിങ്ങനെ ആ സംശയത്തിൽ അദ്ദേഹം ബലിയർപ്പിക്കുകയാണ്. അപ്പോൾ ദിവ്യബലിക്കിടെ വീഞ്ഞിനും തിരുവോസ്തിക്കുമേൽ കൈകൾ വിരിച്ചു പിടിച്ച് കുദാശ വചനം ഉച്ചരിച്ച ഉടനെ ഓസ്തി കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ്. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും ഈ അത്ഭുതത്തിന് സാക്ഷികളായി. മാംസമായ തിരുവോസ്തിയും രക്തവും ഇപ്പോഴും കേടുപറ്റാതെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഒരു അപ്പക്കഷ്ണം, ഈ ഗോതമ്പ്, ഈ വീഞ്ഞ്, അത് ഈശോ തിരിച്ചറിയും രക്തവുമായി മാറുന്ന വലിയൊരു അനുഭവമുണ്ട്. അത് ആ ഒരു കൃപ നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ബുദ്ധിക്കൊന്നും അതൊക്കെ ചിന്തിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നമുക്ക് അനുഭവമായി മാറണം. എവിടെയെങ്കിലും ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ഞാൻ നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ ദിവ്യകാരുണ്യ ഈശോയും കൂടെ അങ്ങോട്ട് ഒളിച്ചോടി പോയേക്കാം. കാരണം അത്രമാത്രം ഈശോയുടെ അടുത്തിരിക്കാനുള്ള ഒരു കൊതി ഹൃദയത്തിൽ എവിടെയൊക്കെയോ ഈശോ തന്നിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ആരുടെയും സ്വന്തമല്ല, ഈശോയുടെ വലിയ ദാനമാണ്. നമുക്കും ഈശോയുടെ ആ സന്നിധിയിൽ ഇരിക്കാം. ഈശോയെ, എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തോടൊരു സ്നേഹം ഇല്ലായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ, ദിവ്യകാരുണ്യത്തോടൊരു ഇഷ്ടമില്ലായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ, സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈശോ എടുത്തു മാറി. ഇന്നലെ ഞാനൊരു പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, എനിക്ക് വിശ്വാസമില്ല സിസ്റ്ററെ, എനിക്കിതൊന്നും ഒരു ഇതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇതിനൊന്നും എതിർക്കുന്നില്ല. എനിക്കിത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. പിന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്കൊന്നും ദൈവത്തെ കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇപ്പം ഞാൻ ആയിരിക്കുന്ന പോലും ദൈവത്തിൻ്റെ വലിയ ഒത്തിരി പഠിച്ച ഒരുപാട് ഡിഗ്രികൾ ജീവിതത്തോട് കൂട്ടിച്ചേർത്തൊരു പെൺകുട്ടിയാണ്. ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകും നിൻ്റെ കൺഫ്യൂഷൻ, നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും, നിൻ്റെ ഭാരവും മനസ്സിലാവും. ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷേ ഈശോ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ദിവസം ഉണ്ടാകണം. ഈശോ നിനക്ക് ജീവിക്കുന്നവനാണെന്ന് ബോധ്യമുണ്ടെന്നൊരു ദിവസം ഉണ്ടാകും. അതിനുവേണ്ടി നിൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് ചുമ്മാ ഈശോയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾ പ്രോമിസ് ചെയ്താൽ പോയിരിക്കുന്നത്. ഈ ദിവ്യകാരുണ്യ ഈശോ എവിടെയെങ്കിലുമൊക്കെ ഈശോ ഉണ്ടോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു സ്പർശനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അതിനായിട്ട് എല്ലാ ജീവിതങ്ങളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ. മനുഷ്യൻ്റെ അറിവിനും ബുദ്ധിക്കും അതീതമായി ഇന്നും ലഞ്ചാനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതം നിലകൊള്ളുന്നുണ്ടെങ്കിൽ, എൻ്റെ ദിവ്യകാരുണ്യമേ, ഞങ്ങളും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ അങ്ങ് സജീവനായി ഇതിൽ എഴുന്നള്ളിയിരിക്കുന്നുള്ള ഒരു ബോധ്യം ഈശോയെ ഞങ്ങൾക്ക് തരണം. വേണ്ടത്ര ബഹുമാനം അങ്ങേക്ക് തരാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം.
എല്ലാ മക്കളെയും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് വിശ്വാസം കുറഞ്ഞു പോയവർ, ഈശോയിൽ സംശയമുള്ളവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.